നമസ്കാരം. അമ്മ വീണ്ടും വന്നു കേട്ടോ. ഇന്നൊരു സൺഡേ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വെറുതെ ഇരുന്നെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലേ വൈകുന്നേരം ആകുമ്പോൾ ആലോചിക്കും ഇന്ന് എന്ത് ചെയ്തു, ഒന്നും ചെയ്തില്ല അല്ലെ, ഒരു വീഡിയോ എങ്കിലും പിടിക്കാറുന്നു, അങ്ങനെ ഒരു ടെൻഷനാണ് ഇപ്പോൾ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് വൃത്തിയാക്കല്, പിന്നെ ഒരു അമ്പലത്തിലേക്ക് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് പോകണം. നേരത്തെ പോകണ്ടതേ. അപ്പോൾ ഇന്ന് നമ്മുടെ ശിവൻ്റെ അമ്പലത്തിൽ, അടുത്തുള്ള ശിവൻ്റെ അമ്പലത്തിൽ പ്രതിഷ്ഠാദിനാണ്. അപ്പോൾ അവിടുത്തെ അമ്പലത്തിൻ്റെ പണിയൊക്കെ ഒന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു വീഡിയോ പിടിക്കൂ. അപ്പോൾ പിടിച്ച് നമുക്ക് ഇടുകയാണെങ്കിൽ ആരെങ്കിലും ഒക്കെ വല്ലതും തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എങ്ങനെ എന്തെന്നൊന്നും അറിയാണ്ട് ആൾക്കാരിരിക്കും. അപ്പോൾ അമ്പലങ്ങളായാലും പള്ളികളായാലും ഒക്കെ നമ്മൾ കൂട്ടായ്മയിൽ കൂടി ഉയർന്നു വരുന്ന ഒരു സംഭവമാണല്ലോ. അപ്പോൾ ഇതിപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു ഉപകാരമാവും എന്ന് എനിക്കും തോന്നിയത് കൊണ്ട് അപ്പോൾ ഞാനത് നമ്മൾക്ക് ഒന്ന് കാണിക്കാം. നമ്മളുടെ അമ്പലം കുറേ നാളായില്ലേ കാണിച്ചിട്ട്. ആദ്യം എല്ലാ ആഴ്ചയിലും അമ്പലത്തിൽ ശനിയാഴ്ച ഞാൻ ഓടിപ്പോയി അമ്പലത്തിൽ പോയി അങ്ങനെ തന്നെ കടയിലേക്ക് ഓടും. ഇപ്പം എന്നെ കൊണ്ട് കാലുവേദനയ്ക്കുള്ള കാരണേ ഞാൻ എന്നും നമ്മുടെ ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോരാണ് പണി. പിന്നെ മറ്റേതിനൊക്കെ ചിലപ്പോൾ എനിക്കിപ്പോൾ ഒത്തിരി പറ്റാണ്ടായി. പിന്നെ സമയം ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പലത്തിൽ പോക്കും വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒതുങ്ങി കൂടുമ്പോൾ നമ്മൾക്ക് അതിലേക്ക് പോകാമല്ലോ. ഇപ്പോൾ എൻ്റെ ഭാഗ്യനായാലും എൻ്റെ മോൾക്കായാലും മക്കൾക്കായാലും നമ്മളെ കൊണ്ടൊരു ചെറിയൊരു ഉപകാരം നടക്കുന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് നടന്നോട്ടെ, അതല്ലേ ശരി. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഞാൻ ആദ്യം തന്നെ അക്കോറി ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചു. കുറേ നാളായി എൻ്റെ മീന്മാരെ കാണാൻ പോലും ഇല്ല. അവരെ അങ്ങോട്ട് ആകെ വൃത്തികേടായിട്ട് കിടക്കുക. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്ന് കഴുകട്ടെ. ഞാൻ ഒരു മാസം 1.5 മാസം കൂടുമ്പോഴാട്ടോ അപ്പോൾ കഴുകണത്. അത്രയും സമയം ആദ്യമൊക്കെ ഇത് വെച്ച കാലത്തൊക്കെ ഇല്ലേ നല്ല ഇഷ്ടമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു 15 വയസ്സ് കുറവുള്ളപ്പോഴാണ്, 15 അല്ല 10-18 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും തോന്നുന്നു ഇത് വെച്ചിട്ട്, ഈ അക്വേറിയം വെച്ചിട്ട്. ആ കാലത്തിൽ എനിക്ക് 18 വയസ്സ് കുറവല്ലായിരുന്നേ. അപ്പോൾ അങ്ങനെ ചെയ്ത് വേഗം ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ എനിക്കിപ്പോഴും ഇതൊക്കെ നഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം പോണ പോലെയാണ്. ഒരു ഭയങ്കര ഇതാളാ. അതൊക്കെ ഏത് കാലത്താണാവോ നിൽക്കണ ഒരു അത് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ഒരു സമയം എൻ്റെ മനസ്സിന് തോന്നി തുടങ്ങിയ അതെൻ്റെ ചിലപ്പോൾ ഒരു നല്ലതാവാം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ അത്രയും പണി എടുക്കണ്ടല്ലോ. ഇതിപ്പോൾ വയ്യെങ്കിലും അങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. മോളൂൻ്റെ അവിടെ ഇതിൻ്റെ ഇതൊക്കെ നാശമായി തുടങ്ങി. ഇതൊക്കെ ഒന്ന് വരണ്ടി കളഞ്ഞ് ക്ലീനാക്കട്ടെ. മോളൂൻ്റെ അവിടെ ഇതേപോലത്തെ ഒരു കൊറിയപ്പടുത്ത് വെക്കാൻ അവളും കുറച്ച് നാൾ പണിയെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ. അതുപോലത്തെ പണിയണമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അതൊക്കെ. മാളൂൻ്റെ അടുത്തില്ല. മാളൂൻ്റെ അടുത്ത് ഞാൻ ഉണ്ടാക്കാണ്ട് തന്നെയാണ്. അല്ലെ ഇപ്പോൾ ഭാഗ്യനോട് പറഞ്ഞ് വാശി പിടിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വേണട്ടോ മോനെ കൊറിയം വേണമെന്നൊക്കെ പറയുകയാണെങ്കിൽ ആള് ചിലപ്പോൾ ഉണ്ടാക്കും. പിന്നെ മാള് പറയും അമ്മയുടെ ഒരു ഇത് ഞാൻ എന്നെ വെടുപ്പാക്കി തോറ്റു എന്നൊക്കെ പറയേ. അത് കാരണം ഞാനത് പറഞ്ഞിട്ടില്ല. സുജമോൾക്ക് അത് പറ്റും. എന്നുവെച്ചാൽ വലിയ പണിയൊന്നുമില്ലല്ലോ, ഇതൊക്കെ ഒന്ന് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ കോലെന്ന് പറഞ്ഞാൽ മഹാകോല പൂപ്പായൊക്കെ ഞാൻ എന്തിട്ടുണ്ടെങ്കിലേ വരണ്ടി ഒന്ന് കളയട്ടെ. ഉള്ളു നോക്കിയേ ഉണ്ടാ എടുക്കണം. ഇനി ഇതിനെ ഞാൻ കുട്ടപ്പനാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടാ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറേ നമ്മുടെ മീന്മാരൊക്കെ വലുതായിട്ടാ. കാണാനില്ല, മീന്മാരൊന്നും കാണാനില്ല. ഷാർക്കൊക്കെ വലുതായി തുടങ്ങി. കണ്ടമാനം വെള്ളമാക്കിയാൽ ചിലപ്പോൾ ഈ ബൾബിന് എന്തെങ്കിലും പറ്റുമല്ലോ എന്ന് വെച്ചിട്ട് എനിക്ക് ഏറ്റവും പേടിയുള്ള ഒരു കാര്യമാട്ടാ കരണ്ട് വെള്ളം വണ്ടി അതൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. പട്ടി പാമ്പ് ഞാൻ പറയാറില്ല, പാമ്പിനൊന്നും എനിക്ക് അത്ര പേടിയൊന്നുമില്ല. കരണ്ടുമ്പോൾ ഒരു കാര്യം ഞാൻ ചെയ്യൂല, മറ്റുള്ളവർ ചെയ്യാൻ സമ്മതിക്കൂല. നമുക്ക് അറിയണ ആൾക്കാർ ചെയ്യണം. ടാങ്കിലത്തെ മീനെ ഞാൻ ആദ്യം പിടിച്ച് മാറ്റട്ടെ, അല്ലെങ്കിൽ അതിൽ വല്ല അഴുക്കൊക്കെ വീണ മീനെ പിടിക്കാൻ നല്ല സുഖമായിട്ടാ. കണ്ട എത്ര വെള്ളത്തിൽ നിന്ന് അവരെ പിടിക്കാൻ പറ്റും. എൻ്റെ കയ്യിൻ്റെ ഇത് അറിയാൻ തോന്നുന്നു. കണ്ട വാലിൻ്റെ ഇട്ട് നോക്ക്. അമ്മയെന്ന് പറഞ്ഞ പക്ഷെ മനസ്സിലായിട്ട് അവർക്ക് കണ്ണടച്ച് പിടിക്കാൻ നമുക്ക്. ഇടയ്ക്കിടയ്ക്ക് ഈ മീനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവരെ വളർത്തുന്നത്. അച്ചാടല്ലേ മറ്റോമാരെ അങ്ങനെ കിട്ടില്ല കേട്ടാ. ഷാർക്കന്മാരെ അവന്മാർക്ക് ഞാൻ അധികം പരിചയമില്ലല്ലോ. അപ്പോൾ അവർ ഇത്തിരി ഓടി കളിക്കും. തുണി കൊണ്ട് പിടിക്കട്ടായിരുന്നു, തുണി കൊണ്ട്. ഇവിടെ പലപ്പോഴേ ഇതിൻ്റെ മോട്ടറില്ലേ ഇതൊന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ മോട്ടറിനോ ഒന്നും കേടുവരില്ല. പക്ഷെ ഇത് ഈ സാധനമില്ലേ
ഈ പ്ലാസ്റ്റിക് അല്ല ഇത് എന്താ ഇത് ശരിക്കും കാണുമ്പോൾ എനിക്ക് എന്നിട്ട് ഈ പീച്ചിങ്ങയുടെ ഉള്ളിലത്തെ സാധനം പോലെ തോന്നുന്നു. അത് കേടാവും. ഇത് പല മോഡലിൽ വരുന്നുണ്ട് കേട്ടോ. ആദ്യം ഒരു ചതുരക്കട്ടയായിരുന്നു. ഇപ്പോൾ ഒരു കൊള്ളപ്പം പോലെ ഒരു സാധനം ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കയറ്റി ഇത്. അച്ഛനത് ഇത് കഴുകൽ മാത്രം അച്ഛൻ ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് കഴുകണം, എന്നാലാണ് ശരിയാവുള്ളൂ. അഴിക്കാൻ വേഗം പറ്റി, ഇടാനോ പറ്റാത്ത. അത് വല്ലയിടത്തുനിന്ന് കിട്ടുമോ എന്നറിയാനാണ് നിങ്ങളോട് ചോദിക്കുന്നത് ഞാൻ. ഇതിൻ്റെ ഉള്ളിലത്തെ ആ സ്പോഞ്ച് പോലത്തെ ഇവിടെയൊന്നും കിട്ടണില്ല. അത് ഞാൻ ചെറുനാരങ്ങിട്ട് ഇങ്ങനെ ഉറച്ച് നോക്കി, പക്ഷേ വലിയ വെളുക്കലൊന്നും കാണാനില്ല. അത് കൊല്ലങ്ങളായി. എന്നാൽ പോണുണ്ട് കേട്ടോ. അതിക്ക് ഞാൻ അവിടെ കുറച്ച് നേരമായിട്ട് ആക്കി വെച്ച സ്ഥലം അത് ചെറുനാരങ്ങ നീര്. അധികം കട്ടിയിലിട്ട് ഉരയ്ക്കാനും പറ്റില്ല. അതിനുള്ള ഉറപ്പൊന്നും ഈ സാധനങ്ങൾക്കില്ലേ. ഇതിൻ്റെ എനിക്ക് എൻ്റെ തൃപ്തിക്ക് അനുസരിച്ച് വേണം എന്നുള്ളേ. അതുകൊണ്ട് കുറേ കാശ് ചിലവാക്കി വേണമെന്നുള്ള ആളല്ല ഞാൻ. മഴ പെയ്യും കേട്ടോ. അപ്പം എനിക്ക് തീരെ കേൾക്കില്ല ഞാൻ പറയുന്നത്. വെള്ളം വേണ്ടാത്ത കാരണമായിട്ട് അവിടെ തന്നെ മറിച്ച് കളയിന്. നമുക്കിത് അവിടെ ഒരു ഓവുണ്ടേ, അതിൽ കൂടെ അങ്ങോട്ട് പോയിക്കോളും പുറത്തേക്ക്. അല്ലെങ്കിൽ നമ്മളിത് ചെടികൾക്കൊക്കെ കൊണ്ട് ഒഴിക്കും. അപ്പോൾ കല്ലൊക്കെ ഇട്ട് ഞാൻ വെള്ളം അങ്ങനെ വരാൻ വേണ്ടി ഒരു ഓസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക്. അപ്പം നമ്മുടെ അക്വേറിയത്തിൽ ഒരു 3/4 ഭാഗം വെള്ളമായിട്ടാണ്. ഞാൻ പുറത്തായിരുന്നു ഷാർക്കോളൊക്കെ തിരി വലുതായി തുടങ്ങി. അപ്പം അങ്ങനെ അക്വേറിയം വെടുപ്പാക്കലും കഴിഞ്ഞു, എൻ്റെ ക്ലീനിങ്ങും കഴിഞ്ഞു കേട്ടോ. ഞാൻ കുളിച്ച് അമ്പലത്തിൽ പോകാനായിട്ട് റെഡിയായി. ഇപ്പോൾ ഉണ്ണിമോളും സുജുമോളും വരുന്നുണ്ട്. വായോ പോവാ. മഴയും വരുന്നുണ്ട് കേട്ടോ. അതെ, ഉണ്ണിമോളും സുജുമോനും വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, നല്ല തിരക്കാ. സൗകര്യക്കുറവും പിന്നെ മഴയുടെ ഒരു ഇതും കൂടിയുള്ള കാരണേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന അമ്പലത്തിൻ്റെ അല്ല, നമുക്ക് അവിടെ ഒരു വേറൊരു ശിവക്ഷേത്രം ഉണ്ട്. അതിലത്തെ പുനഃപ്രതിഷ്ഠയുടെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ അന്നദാനം ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അവിടെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു സൗകര്യം ഉള്ളത് കൊണ്ടും ഈ ഒരു ഇവിടെ ഒരു ഹോൾ ഇങ്ങനെ പണിതിട്ടത്. ഈ രണ്ട് ക്ഷേത്രങ്ങളും ഒരു മാനേജ്മെന്റ്, ഒരു ഹിന്ദു ധർമ്മ സ്ഥാപന സമിതി എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അതിൻ്റെ അധീനതയിലാണ്. അവരാണ് അതിൻ്റെ രണ്ട് അമ്പലവും അവരാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അത് ഇവിടുന്ന് കുറച്ചൊരു 100-200 മീറ്റർ എന്ന് പറയാം. അപ്പൊ അതില് അമ്പലം സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ്. ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പൊ അതിപുരാതനമായ ക്ഷേത്രമാണ്. അപ്പൊ ക്ഷേത്രത്തിനൊക്കെ പറ്റി അറിയണേ ഗോവിന്ദേട്ടനോട്. അതായത് ഞാൻ ജനിച്ചു വളർന്നത് ഈ നാട്ടിലല്ല. എനിക്ക് ഓർമ്മ വയ്ക്കുമ്പോൾ ഈ ക്ഷേത്രം ഉണ്ട് ഇവിടെ. അന്നത്തെ നിങ്ങൾക്ക് മനസ്സിലായി, ഞാനിപ്പോൾ എനിക്ക് 77 വയസ്സായി. അപ്പോൾ അതിന് മുമ്പുള്ള ഒരു കാലം ഒരു 6-7 വയസ്സുള്ള ഒരു 70 വർഷം മുൻപുള്ള കാലഘട്ടം ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോഴുള്ള ആൾക്കാർക്ക് വളരെ വ്യത്യസ്തമായിരിക്കും. അന്ന് ഒരു വനപ്രദേശം മാതിരിയുള്ള അധികം വീടുകളൊന്നുമില്ല. ഞങ്ങൾ കുട്ടികൾ ഇവിടേക്ക് വന്ന് കളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്ഷേത്രം അന്ന് ഉണ്ട് ഞങ്ങളുടെ മനസ്സിൽ. പക്ഷേ എല്ലാവരും അവിടെ വന്നൊന്നും ക്ഷേത്രത്തിൽ വരണ ഇതൊന്നുമില്ല. കൂടുതൽ ആൾക്കാർ ഇവിടെയുള്ള കൃഷിക്കാർ. അതിൻ്റെ ഈ ക്ഷേത്രം ഒരു മനവകയായിരുന്നു. മനവകയെന്ന് വെച്ചാൽ ആ സമയത്ത് ഭൂപരിഷ്കരണ ബില്ലൊക്കെ വന്ന് എന്തോ മനയ്ക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു. അവർക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാണ്ടായി. അതെ, കൊച്ചമ്പലം തന്നെ. അത് ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഒരു മനവകയായിരുന്നു. പന്തൽമന എന്ന ഇതിൻ്റെ അധീനതയിലുണ്ടായിരുന്നതാണ്. പക്ഷെ അവരെ കൊണ്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ട് അവരെന്ത് ചെയ്തു, ഇവിടെയുള്ള നാട്ടുകാർക്ക് തോന്നി ഇത് ഇങ്ങനെ നശിച്ചു പോകണമല്ലോ, നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ഇവിടെയുള്ള നാട്ടുകാരും ഒക്കെ കൂടി ചേർന്ന് ഈ മനയിലെ അവിടെ അന്നത്തെ അവരെ പോയി കാണുകയും, അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളെ കൊണ്ടൊന്നും സാധിക്കുന്നില്ല, നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ചെയ്തോ. അപ്പോൾ അവർ ഹിന്ദു ധർമ്മ സ്ഥാപന സമിതി എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്ത് അവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കും. ഈ രണ്ട് ക്ഷേത്രവും അതിനോട് അനുബന്ധിച്ച സ്ഥലവും ഇവിടുത്തെ നാട്ടുകാരുടെ
അങ്ങനെ 1976-ലാണെന്നാണ് എൻ്റെ ഓർമ്മ. അന്നൊരു കമ്മിറ്റി ഫോം ചെയ്ത് ഇവിടെ ഒരു ഹിന്ദു ധർമ്മ സ്ഥാപന സമിതി എന്നുള്ളൊരു സ്ഥാപനം അതിൻ്റെ രജിസ്ട്രേഷൻ ചെയ്ത് അവരാണ് ഇതിൻ്റെ ഇപ്പം ഇന്ന് വരേക്കും അതിൻ്റെ നടത്തിപ്പും കാര്യങ്ങളും. ഒരുപാട് കഷ്ടങ്ങളും നഷ്ടങ്ങളും ഉണ്ട് അന്നത്തെ ആൾക്കാരുടെ ജീവിത രീതിയും അന്നത്തെ ആൾക്കാരുടെ പ്രതിഷ്ഠകളൊക്കെ ഇത്തിരി വലുതാക്കി ആ കാലഘട്ടത്തില്. അതെ. അപ്പൊ അന്നത്തെ അതേ ഈ ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് നോക്കിയാൽ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കായിരുന്നു ഇവിടെ. മറ്റേ ശിവക്ഷേത്രത്തിൻ്റെ അവിടെ അങ്ങനെ തന്നെ ആരും അങ്ങോട്ട് പ്രവേശിക്കുകയൊന്നും ചെയ്യില്ലായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു സമയത്താണ് ഈ ഇത് ഏറ്റെടുത്ത് നടത്തുന്നത്. അപ്പം അങ്ങനെ പിന്നെ കുറച്ച് അന്ന് ഇവിടുത്തെ ജനങ്ങളെന്ന് സംബന്ധിച്ച ഒരു സാധാരണ ജനങ്ങളാണ്. ഒരു അധികം വലിയ സാമ്പത്തികമായി അത്ര ഉയർച്ചയിലൊന്നും ഉള്ളവരല്ലായിരുന്നു. പലരും കൃഷിക്കാരും അതുപോലെ തന്നെ കമ്പനി തൊഴിലാളികളും ഒക്കെയാണ്. അപ്പോൾ അവർ അങ്ങനെയാണ് അത് ഞാൻ അന്നത്തെ കാരണന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓരോ വീട്ടിലും ഓരോ കുടുക്ക വയ്ക്കും. ആ കുടുക്കയിൽ ഒരു പിടി അരി അവർ അന്ന് ഭക്ഷണം കഴിക്കണതിന് അരി ഇടുമ്പോൾ അതിൽ ഒരു പിടി അരി ആ കുടുക്കയിൽ ഇടുമത്ര. അങ്ങനെ ആ കുടുക്കയിൽ അതിനെ പിന്നെ ഇവർ അത് അവിടെ നിന്ന് കളക്ട് ചെയ്ത് പിന്നെ അങ്ങനെ അത് വെച്ചിട്ടാണ് ഇവർക്ക് ദൈനംദിന കാര്യങ്ങളൊക്കെ അന്ന് ചെയ്തിരുന്നതെന്ന് അവർ പറയേണ്ടതായിട്ടുണ്ട്. ഇതില്ല അങ്ങനെയാണ് ഇതിൻ്റെ ചരിത്രം. പക്ഷെ പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഈ ക്ഷേത്രത്തിന് ഇത് വളരെയധികം നിർമ്മാണത്തിൽ തന്നെ വളരെ ഇത് അപാകതയല്ല അത് ജീർണിക്കുമ്പോൾ എന്താണ്ടാവുന്ന വെച്ചാൽ അത് ഇടിഞ്ഞു പൊളിഞ്ഞ് എപ്പോഴും വേണമെങ്കിൽ വീഴാൻ സാധ്യതയുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് പിന്നെ ഒരു അഷ്ടമങ്ങൾ അതിൻ്റെ ജ്യോതിഷ പ്രകാരം നോക്കി. അപ്പോൾ അവർ പറഞ്ഞു ഏറ്റവും നല്ല മാർഗം ഇതിവിടെ ഇനി ഒരു നല്ല ഇതുള്ളതാണ് ഈ ശാസ്താക്ഷേത്രം. നിങ്ങൾ ഒരു എന്താ പറയുക ഒരു നിർമ്മാണം പുനരുദ്ധാരണം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് പുനരുദ്ധാരണ നിർമ്മാണത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങിയതും ഇപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ അമ്പലത്തിൻ്റെ ശാസ്ത്രം ശിവക്ഷേത്രത്തിൽ തൽക്കാലം അവിടെ ഇപ്പം ഞങ്ങൾ മെയിൻ്റനൻസ് വെച്ചിട്ട് അതിൻ്റെ മെയിൻ ഇത് വരുന്നുണ്ട്. എന്നാലും സമീപ ഭാവിയിൽ അതും പുനരുദ്ധാരണം ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളൊരു താല്പര്യമാണ് എല്ലാവർക്കും ഉള്ളത്. അതാണ് ഇത് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അപ്പോൾ ആവുന്ന ആളുകൾക്കൊക്കെ നമ്മൾ പറ്റുന്ന വിധത്തിലുള്ള സഹായങ്ങൾ നമ്മൾ അതുമാത്രമല്ല ഇപ്പോൾ നമ്മളുടെ ഈ പുനരുദ്ധാരണം നടക്കുന്ന സമയത്ത് തന്നെ നമ്മളുടെ ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരുടെ സന്മനസ്സുകൊണ്ട് എന്നും രാവിലെ തന്നെ കഞ്ഞിയും കറികളും കൊടുക്കാനുള്ള ഒരു സൗകര്യം, ഒരു പ്രസാദ ഇത് നൽകാനായിട്ടുള്ള ഒരു സൗകര്യം കൂടി ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നവീകരണങ്ങൾ നടക്കുന്നത് കൊണ്ട് അതിൻ്റെ ചെറിയ ഇതിൽ ശനി ഞായറാഴ്ചക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ആ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം വീണ്ടും അത് ദിവസം തോറും കൊടുക്കാൻ ഉള്ള ഒരു ഇതാണ് ചെയ്തിരിക്കുന്നത്. ഈ നാട്ടുകാരുടെ സഹകരണമാണ് അത് ആക്കി കൊണ്ടുവന്നിരിക്കുന്നത്. ഇനിയും സഹകരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു അല്ലേ? അങ്ങനെയുള്ള സഹായങ്ങൾ വന്നു കഴിഞ്ഞാൽ അല്ല ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും നല്ല മനസ്കരായ നാട്ടുകാർ അതിന് ഓരോരുത്തരും ഓരോ രീതിയിൽ കഴിയുന്ന രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചുറ്റമ്പലത്തിൻ്റെ ഇവിടെയും അത് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ ഒരു ഇതിലങ്ങനെ ഇട്ടിരിക്കുകയാണ്. പണി ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയാലോ സുരക്ഷ വേണമെങ്കിൽ. ഇതാണ് പഴയ അമ്പലത്തിൻ്റെ മേൽക്കൂര കണ്ട. അത് ഒരു വിധം തകർന്ന ഇതായതുകൊണ്ടാണ് നമ്മളിത് പുനരുദ്ധാരണം നടത്തണം എന്നുള്ളൊരു ഇതിലേക്ക് വന്നതെന്ന് പറയല്ല, ഇത് കണ്ടറിയാലോ. അപ്പോൾ അതേ നമ്മുടെ ഇവിടെയൊക്കെ ഇങ്ങനെ വന്നു പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുകളിൽ ഷീറ്റാക്കാൻ ഉദ്ദേശിക്കുന്നു. ചെമ്പോലം മേയണമെന്നായിരുന്നു. ചെമ്പോലം മേയണം എന്നുള്ള ഒരു വിചാരത്തിലാണ് ഞങ്ങൾ തുടങ്ങി വെച്ചത്. പക്ഷെ ഇപ്പോൾ തൽക്കാലം ഫണ്ടിന്റെ ഷോർട്ടേജ് കാരണം കൊണ്ട് അതിന് തൽക്കാലം ടൈൽസ് വിരിച്ചിരിക്കണം. ഓക്കെ അത് വിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ശ്രീകോവിൽ. ഒരുവിധമൊക്കെ പണിതാക്കി നിർത്തിയിട്ടുണ്ട്. തേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിർത്തി അത് പൊതിഞ്ഞ് കെട്ടി നിർത്തിയിരിക്കുക കേട്ടോ. ഇങ്ങനെ കുറച്ച് നല്ല മനുഷ്യരൊക്കെ ഉള്ളത് കൊണ്ട് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നടന്ന് പോകുന്നു. ഇപ്പോൾ ഇതിപ്പോൾ ഗോവിന്ദേട്ടൻ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ ഇനി വരുന്ന തലമുറകളും അവരെ കണ്ടിട്ടൊക്കെ വേണം പഠിക്കാനായിട്ട്. ഇങ്ങനെ അതുകൊണ്ട് തന്നെ നമ്മളുടെ കാരണന്മാരെയൊക്കെ നമ്മൾ ഒരുപാട് ബഹുമാനിക്കുകയും ഒക്കെ വേണം. അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള സ്ഥലം ഒന്ന് പറഞ്ഞു ഗോവിന്ദേട്ടാ. ശരിക്കും ഇത് മണ്ണമ്പേട്ട തന്നെയാണ്. അതിൻ്റെ റൂട്ട് പറയുകയാണെങ്കിൽ വരന്തരപ്പള്ളി ആളപ്പനഗർ റൂട്ടിൽ അവിടെ നിന്ന് വരുമ്പോൾ ആളപ്പനഗറിൽ നിന്ന് വരുമ്പോൾ കരുവാപ്പടി എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പ്, അതിൻ്റെ അവിടെ നിന്ന് ഒരു 1 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ
ഈ ക്ഷേത്രം കാണാം, ധർമ്മശാസ്ത്ര ക്ഷേത്രം. അതിനോട് കുറച്ച് അവിടെ നിന്ന് ഒരു 200 മീറ്റർ പോയാൽ ഈ ശിവക്ഷേത്രവും കാണാം. അമ്പലം പണി കഴിയുമ്പോഴുള്ള ബ്ലോക്ക് ഇതാട്ടോ കൊടുത്തിരിക്കുന്നത്. ശാസ്താക്ഷേത്രം മണ്ണമ്പട്ട. അപ്പോൾ അരി കുറച്ച് അധികം ഉണ്ട് നമുക്ക്. അപ്പോൾ ഞാനത് വെള്ളത്തിലിട്ട് ഇവിടെ വാറ്റ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പൊടിപ്പിച്ചു ഇവിടെ തന്നെ വറക്കാം എന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ഇതുവരെ പുറത്ത് വറുത്തിട്ടില്ലേ. അപ്പോൾ 2 കൊള്ളി വിറക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ വറക്കാം എന്നാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ വറുത്ത് കൊണ്ടുവരാൻ പറയണം അച്ഛനോട്. അതായാലും മതി, വറക്കാനൊക്കെ പാടാ. അപ്പോൾ വറുത്ത് കൊണ്ടുവരാൻ പറയാം. അങ്ങനെയാണ് പോട്ടെ ഒരു പ്രാവശ്യം. അല്ലെങ്കിൽ അച്ഛൻ വറുത്ത് തരാറുണ്ട്. ഇപ്പോൾ കാലുമ വേദനയല്ല, കാല് വയ്യാണ്ടിരിക്കല്ലേ, അപ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വറുത്ത് കൊണ്ടുവരാൻ പറയാം. ഇതിനുണ്ട് കുറച്ച് കണ്ട. അച്ഛൻ വറുത്തിട്ട് വരും കേട്ടാ. മഴ പെയ്യുമ്പോഴേക്കും വേഗം വന്നു. കുറച്ച് പോയാൽ മതി ഇവിടെ. അവിടെ നിന്ന് കരുവാപ്പടി അല്ലേ ചേട്ടാ? കപ്പേള കരുവാപ്പടിയുടെ ഇടയിലല്ലേ ചേട്ടാ? അച്ഛൻ അരി പൊടിക്കാൻ കൊണ്ടുപോയിട്ട് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ചെന്നാൽ മതി. അപ്പോൾ കരുവാപ്പടിക്കുന്ന ആള് നല്ല കൊഴുവാടി വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴേ അച്ഛൻ അരി പൊടിപ്പിക്കാൻ പോയിട്ടേ അവിടെ കൊണ്ടുവച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് ചെന്നാൽ മതി. 2 സൈസിലും പൊടിച്ച് വറുത്തൊക്കെ വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ. അപ്പം അച്ഛൻ കരുവാപ്പടിക്കയുടെ അവിടേക്കാണല്ലോ പോയി. അപ്പം അച്ഛൻ്റെ നല്ല കൊഴുവില്ല, നമുക്ക് വറക്കാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ മേടിച്ചു കൊണ്ടുവന്നു. അപ്പോൾ മോളിത് നന്നാക്കി എടുക്കട്ടെ. മോളുവാ അമ്മ അപ്പോഴേക്കേ ഒരു കൂട്ടുണ്ടാക്കട്ടെ, വിശക്കുണ്ട്. അപ്പോൾ പണ്ട് എൻ്റെ അമ്മ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നോർന്നതാ കുറുക്ക്. പണ്ട് കുട്ടികൾ മാത്രമല്ലേ കുറുക്ക് ഇപ്പോഴത്തെ പണ്ടത്തെ കുട്ടികൾക്കൊക്കെ അറിയാം എല്ലാവരും കുറുക്ക് കഴിക്കുന്ന കാര്യം. ഇപ്പൊ കുറുക്ക് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണതല്ലേ. പക്ഷെ നമ്മളങ്ങനെയല്ല കേട്ടാ. നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കുറുക്കുണ്ട്, വേഗം ഉണ്ടാക്കി കഴിക്കുന്നതാ. അത് നമുക്കൊന്നും ഉണ്ടാക്കിയെടുത്താലോ. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടം. എൻ്റെ കുഞ്ഞേട്ടനും എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടം. അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടാട്ടാ. അച്ഛന് ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അച്ഛൻ എല്ലാവരും ഉണ്ടാക്കൂട്ടാ. അത് അച്ഛൻ്റെ കാലത്തൊക്കെ അരിപ്പൊടി ഇല്ലെങ്കിലും ഗോതമ്പ് പൊടി, പുല്ല് കുറുക്ക്, പല കൊള്ളിപ്പൊടി കുറുക്ക്, അങ്ങനെ കൊള്ളിപ്പൊടി കുറുക്കൊക്കെ നല്ല രസമാണ്. അങ്ങനെ ഇത്തിരി ഇങ്ങനെ ഞോള പോലെയുള്ള ആയിട്ടുള്ളതാണ്. മൈദ കൊണ്ട് കുറുക്ക്, അങ്ങനെ പല വിധത്തിലുള്ള കുറുക്കുകളുണ്ട്. അപ്പം ഞാനിന്ന് അരിപ്പൊടിയിലൊരു കുറുക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ വറുത്ത അരിപ്പൊടി, അത് നമ്മുടെ മറ്റേ അരിപ്പൊടി ഇടിച്ചു കൊണ്ടു നിൽക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി കുറുക്കുണ്ടാക്കാമെന്ന് വിചാരിച്ചു. മണിക്കുറുക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അത് ഞാൻ ഉണ്ടാക്കാം. എല്ലാവർക്കും അറിയായിരിക്കും വേണമെങ്കിൽ, എന്നാലും ഇടയ്ക്കൊന്ന് പരീക്ഷിച്ച് നോക്കും. നല്ല ടേസ്റ്റാണ്. എനിക്ക് നല്ല ഇഷ്ടമാട്ടോ, അതാണ് ഞാൻ പറയുന്നത്. അപ്പം ആദ്യം തന്നെ നമുക്ക് മണി ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ കുറച്ച് അരിപ്പൊടി ഇങ്ങനെ എടുക്കുക. കുറച്ച് മണി മതിയിട്ടാ. പിന്നെ കുറച്ച് നാളികേരം ഇതിലേക്ക് ഇടുക. ഒരു ഇത്തിരി ഉപ്പിടുക. കുറച്ച് പഞ്ചസാര ഇടുക. ശർക്കരയുള്ളവർക്ക് വേണമെങ്കിൽ ശർക്കര നീരോ ശർക്കര പൊടിച്ചിടുക, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഇത് നന്നായി ഒന്നങ്ങോട്ട് ഇളക്കുക. തിളച്ച വെള്ളല്ലേ അതിങ്ങനെ കുറച്ച് ദിവസം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. അളവ് ഇത്തിരി കുറവാണ്. നല്ല തിളച്ചത് തന്നെ വേണം കേട്ടോ. നന്നായി തിളച്ചത് വേണം. അപ്പം ഇങ്ങനെ ഒരു ഉണ്ടയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കണ്ട ഒരു വലിയ ഉണ്ട. എന്നിട്ട് ഇനി നമുക്ക് ചെറിയ ഉണ്ടകളാക്കി എടുക്കാം. ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ബാക്കി വെള്ളം ഇവിടെ കിടന്ന് തിളക്കിണ്ട് കേട്ടോ. അപ്പോൾ തിളച്ചേലേക്ക് നമ്മൾ ഇടാൻ പാടില്ല. അപ്പോൾ കുറച്ച് പൊടിയേ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇടാം. അല്ലെങ്കിൽ ഇതിലെല്ലാം പാകം ചെയ്തിട്ടാൽ മതി. ഇതിപ്പോൾ തിളച്ച വെള്ളമുള്ള കാരണമായിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. കുറച്ചെടുത്താൽ മതി, കുറേ ഉണ്ടാവൂതേ കുറുക്കായി വരുമ്പോൾ. അപ്പം ഇതിലേക്ക് ഈ നാളികേരമൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ദേ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിത്തിരി നല്ല പാകത്തിന് വേണം കേട്ടോ, നല്ലൊരു രസം ഉണ്ടാവുള്ളൂ. ശർക്കര ഉള്ളവർക്ക് ശർക്കര ഇടാം. അപ്പം ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇത് നമുക്ക് നന്നായി ഇങ്ങനെ വെള്ളം പോലെ ആക്കി എടുക്കാം. അല്ലെങ്കിൽ ഒഴിച്ച വശം കട്ടയാവും. അപ്പോൾ കുറുക്ക് ഒരു കട്ട കുറുക്കാവും. ഇത് ഒഴിച്ച് കൊടുക്കാം.
കുറച്ച് നല്ല വെള്ളം പോലെ വേണം കേട്ടാ. അപ്പോഴാണ് മണിയും കൂടി ഇടണ്ടേ നമുക്ക്. അപ്പത്തെ പാകത്തിനായിട്ട് വരുള്ളൂ. ലൂസായിട്ടുള്ളതാണ് ഇഷ്ടം, കട്ട പോലെയുള്ളത് ഇഷ്ടമല്ലേ. ഇതൊക്കെ വളരെ സാധാരണക്കാർ മാത്രം ഉണ്ടാക്കണതാ തോന്നുന്നുണ്ട്. അങ്ങനെ ഇത്തിരി ഇതുള്ളവരൊക്കെ ഈ കുറുക്കൊക്കെ വല്ലവരും ഉണ്ടാക്കും അല്ലേ. ഇളക്കി കൊടുക്കണം കേട്ടാ, ഇതല്ലെങ്കിലേ കട്ട പിടിക്കൂ കേട്ടാ. കൈയെടുക്കാണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കണ്ട കട്ടയാവണണ്ട. തിരി ഒന്ന് അത് ഉരുട്ടാൻ പോയപ്പോഴേക്കും ഇത് കട്ടയായി. അപ്പോൾ ഇവിടെ വലിയ ഉണ്ടനെ ഞാൻ ചെറിയ മണികളാക്കി എടുത്തു. അപ്പോൾ ഇതേ ഒരുവിധം കുറുകി വന്നിട്ടുണ്ട്. കണ്ട കണ്ട നന്നായി കുറുകി വരണം കേട്ടത്. ഇങ്ങനെ കുറുകിയാലും ഇങ്ങനെ കട്ടയാവാത്ത വിധത്തിൽ ഇങ്ങനെ കുറുകി 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 മണികളൊക്കെ വേവണം കേട്ടോ കിടന്ന്. കണ്ട മണികളൊക്കെ ഇങ്ങനെ വെന്ത് വരണം. കുറച്ച് നേരം വേവിക്കുമ്പോൾ അത് വേവുള്ളൂ. നല്ല തിളച്ചേര് ഇടുമ്പോഴാണ് ഈ മണി പൊട്ടാതിരിക്കുള്ളൂ, അല്ലെങ്കിൽ അരിഞ്ഞു പോവും. അപ്പോൾ മണിയിൽ നല്ല മധുരമൊക്കെ ഉണ്ടാവുകയെ. നമ്മൾ മധുരത്തിലിട്ടുണ്ടല്ലോ, ഉപ്പും മധുരവും നാളികേരമൊക്കെ ഇട്ടിട്ടല്ലേ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്കില്ലേ ഏലക്കായും കൂടി ഇത്തിരി ഇടേണ്ടതാണ്. പക്ഷേ ഏലക്കായ ഇവിടെ കാണുന്നില്ല, കഴിഞ്ഞു തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനൊരു തരി ജീരകത്തിൻ്റെ പൊടി ഇടുന്നുണ്ട്, ഒരു മണം ഉണ്ടായിക്കോട്ടെ. പിന്നെ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഒക്കെ വേണമെങ്കിൽ ഇടാം. ഞാനിപ്പോൾ ഇതൊന്നും ഇടുന്നില്ല. പഴയ കാലത്ത് അതൊന്നും ഇടലില്ലല്ലോ. ജീരകം ഉണ്ടെങ്കിൽ ഒത്തിരി ഇടും. അപ്പോൾ അത് മുഴുവൻ ജീരകമാണ് ഇടാം. അപ്പോൾ അത് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് അല്ലേ. അതന്നെ, അതെന്തായാലും ഉണ്ടാവേ. ജീരകം ഇല്ലാത്ത വീടുണ്ടാവില്ല പണ്ട്. മുഴുവൻ ഈ പൊടിയൊന്നും ഉണ്ടാവില്ല, മുഴുവൻ ജീരകം എപ്പോഴും ഉണ്ടാവും. കാരണം പരിപ്പ് കറികളിലൊക്കെ അന്ന് ജീരകമാണ് ഒരു മണത്തിന് അരയ്ക്കുക. ഇന്നത്തെ പോലെയുള്ള വേറെയുള്ള സാധനങ്ങൾ മല്ലിയില അത് ഇതൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ജീരകം എന്തായാലും നമ്മൾ അരയ്ക്കും. അപ്പോൾ അത് മേടിച്ച് വയ്ക്കും കഴിയണേന്. അപ്പോൾ അതന്നെയാണ് ഈ അട എല്ലാ സാധനങ്ങളിലും. ഇപ്പോൾ നൂലപ്പം വരെ ഉണ്ടാക്കുകയാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ജീരകം 2 മണി ഇടും. അങ്ങനെയാണ്. പണ്ട് നാളികേരപ്പാലിലൊന്നല്ല നൂലപ്പം കഴിച്ചിരുന്നത്. പണ്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ നാളികേരം വെച്ചുണ്ടാക്കും. ഒരു പ്രാവശ്യം വെച്ചിട്ട് വീണ്ടും അതിന് മുകളിൽ ഇങ്ങനെ ചുറ്റും. അങ്ങനെയാണ് നൂലപ്പൊക്കെ ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ പീരൊന്നും കളയാനുള്ള ഒരു ഘട്ടങ്ങളായിരുന്നില്ല അന്ന്. അപ്പോൾ പീര പൂലി നാളികേരപ്പാൽ എടുക്കുമ്പോൾ. അപ്പോൾ അതങ്ങനെ അങ്ങോട്ട് തിന്നാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മണിക്കുറുക്ക് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനൊരു പരന്ന പാത്രത്തിൽ തന്നെ ഒഴിച്ച് നമ്മുടെ അച്ഛന് കൊടുക്കാം. കാരണം എന്താ വെച്ചാൽ ഇതൊരു കുണ്ടൻ പാത്രത്തിലാണ് ശരിക്കും പറയണമെങ്കിൽ കഴിക്കണ്ടേ. ഇത് ചൂടാറണമെങ്കിൽ കുറേ നേരം പിടിക്കില്ലേ. അപ്പം അച്ഛൻ അവിടെ ഇരിക്കണ്ടേ. അപ്പം അച്ഛന് കൊടുക്കാം നമുക്ക്. മണിയൊക്കെ അച്ഛന് കൊടുത്താൽ ശരിയാവില്ലല്ലോ. കുറച്ച് മണിയോടെ ഇടുന്നോട്ടടാ. അതേ കണ്ട, ഇതാണ് ഇന്നത്തെ നമ്മുടെ മണിക്കുറുക്ക്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടാ. ടേസ്റ്റ് അറിയാലോ, അമ്മ പറഞ്ഞത് ശരിയാണോ അല്ലയോന്ന്. പിന്നെ ഈ കുറുക്ക് പോലത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടുള്ളൂ. അല്ലാത്തവർക്ക് ഇങ്ങനെ ചിലർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഇഷ്ടാവില്ലല്ലോ. അപ്പം ചിലർ കഴിച്ചു നോക്കാണ്ട് അയ്യേ എന്ന് പറയും. കഴിച്ചു നോക്കിയാൽ നല്ലതാണ്, നല്ല മധുരവും ഉപ്പൊക്കെ ആയിട്ട്. പച്ചന് കൊടുക്കട്ടെ കേട്ടാ. കയ്യിലത്തെ കാണാല്ലേ. അങ്ങനെ ഇപ്പോൾ കുറുക്കിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അതിൻ്റെ അത് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഉണ്ണിമോളുടെ വെളിച്ചെണ്ണ കഴിഞ്ഞു. അപ്പം ഞാൻ ഉണ്ണിമോൾക്ക് ഉണ്ടാക്കി കൊടുക്കണ വെളിച്ചെണ്ണ ഏതാണെന്ന് വിചാരിച്ചാൽ കുറച്ച് തുളസി, പിന്നെ കുറച്ച് കക്കിന വേപ്പിൻ്റെ ഇല, പിന്നെ കുറച്ച് നല്ല നമ്മുടെ വേപ്പിൻ്റെ ഇല. ആര്യവേപ്പാണ് ഈ കക്കിന വേപ്പിൻ്റെ ഇല എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഇത് സാധാരണ നമ്മളുടെ കറിയിലിടുന്ന കറിവേപ്പിൻ്റെ ഇല. പിന്നെ കുറച്ച് ചുവന്നുള്ളി, ഒരു 4 8 10 എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്തിരി വലിയ ഉള്ളികൾ നോക്കിയിട്ട് അതെല്ലാം കൂടി നമ്മൾക്ക് ജാറിൽ ഇട്ടിട്ടേ ഒന്ന് കറക്കി അരച്ചെടുക്കാം. അപ്പോൾ നമുക്കൊരു ചീനച്ചട്ടി വെക്കാം. അപ്പോഴേ വലിയ ജാറിലിട്ടപ്പോൾ അരിഞ്ഞില്ല, ചെറുതിലേക്ക് മാറ്റിയിട്ടാണ് ഞങ്ങൾക്ക് നന്നായി അരിഞ്ഞ് വരണതേ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ ശുദ്ധമായ വെളിച്ചെണ്ണ ആട്ടി വെച്ചിരിക്കുന്നതാണ്. നമ്മൾ ഇത് കേട് വരാതിരിക്കാനേ കുരുമുളകും ഉപ്പ് 2 കല്ലും ഇട്ടിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇത് കണ്ടമാനം നമ്മളാക്കി വെക്കുന്നില്ല. കുറച്ചവൾ ഒരാളല്ലോ, ഇതന്നെ കുറേ നാളത്തേക്ക് ഉണ്ടാവും. ഞാനൊരു 2-2.5 ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ അരച്ച് വെച്ച ആ മിശ്രിതം അതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ.
മുടി വലുതാവാൻ തന്നെയല്ല കേട്ടാ, ജലദോഷം അങ്ങനെയുള്ളതിനൊക്കെ നല്ലതാ. ഉള്ളിയുടെ അംശമൊക്കെ ചേരുന്ന കാരണേ മുടി വലുതാവാന്നുള്ളത് തന്നെയല്ലല്ലോ, അസുഖങ്ങളില്ലാതിരിക്കും വേണ്ട. സ്കൂളിൽ പോണ കുട്ടികളല്ലേ. അപ്പോൾ നമ്മളിത് പരീക്ഷിച്ചു കൊണ്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും കൂടി അതൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത്. നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളല്ലേ നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അവൾക്ക് അത്യാവശ്യത്തിന് മുടിയൊക്കെ ഉണ്ട്. അവൾക്ക് ശരിക്കും പറയണമെങ്കിൽ അവളുടെ ആൻറ്റിമാരുടെ ഒക്കെ ഒരു ഒരുവിധം തളയൊക്കെ നിന്നു കേട്ടാ. ഇതൊന്ന് മൊരിഞ്ഞു വരണമാ. അതിലുള്ള കൊറ്റനൊക്കെ ഇല്ലേ, അതിൻ്റെ ഊറൽ അതൊന്ന് മൊരിഞ്ഞു വരുമ്പോഴാണ് അത് നന്നായി ഇങ്ങനെ ഇതായിട്ട് വരിക. പിന്നെ എനിക്കുണ്ട് മേത്തൊക്കെ ഇങ്ങനെ ചൊറിച്ചൽ. അതിനിപ്പോൾ ദന്തപാലയുടെ വെളിച്ചെണ്ണയാണ് വരട്ടണത്. അപ്പോൾ ദന്തപാല ഇട്ട് വെച്ചിട്ട് ഒരു 7 ദിവസം വെളിച്ചെണ്ണയിൽ ഇട്ട് വെച്ച് അധികം വെയിൽ കൊള്ളിക്കാണ്ട് സൂര്യപ്രകാശം ഉള്ള സ്ഥലത്ത് അധികം ഇങ്ങനെ വെളിച്ചത്തിൽ അത് ഇരുന്നിങ്ങനെ 7 ദിവസം കഴിയുമ്പോൾ നല്ല ചുമന്ന കളറാവും. ഞാൻ ആദ്യം ഒരു പ്രാവശ്യം കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്കത്. അത് പുരട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അപ്പം അതാണ് പുരട്ടിക്കൊണ്ട് പോകുന്നത്. വലിയ കുഴപ്പമില്ല, വലിയ ചിലവില്ലാത്തൊരു കാര്യമാണത്. അപ്പം ഞാൻ അതാണ് ചെയ്യുന്നത്. അപ്പോൾ സിജുമോന് കഴിയുമ്പോൾ ഞാനാണ് അത് ആക്കിക്കൊണ്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് അത് ഞാനും അത് പുത്തിരിശ പരട്ടുന്നുണ്ട്. അപ്പം അതും കൂടി ചെയ്യാം കേട്ടോ. ഇതിനൊരു പണിയില്ലാത്ത കാര്യാട്ടാ. ഇതിൽ വെളിച്ചെണ്ണ ഒഴിക്കുക, അതിലിടുക, അത്രയേ ഉള്ളൂ. അത് പിന്നെ തന്നെ ഇരുന്നത് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതും പറഞ്ഞ പോലെ തന്നെ ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. ഇത് നമ്മളിത്തിരി അധികം ഉണ്ടാക്കി വയ്ക്കും കുറേ ദിവസത്തേക്ക്. അടിയിലേ വരുന്നുണ്ട് കേട്ടോ. അവിടെ ഇരിച്ചിട്ട് ഇത് വല്ല വിളക്ക് വയ്ക്കാനെങ്ങനെ നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ ഇതാണ് ഈ ദന്തപാല എന്ന് പറയുന്നത്. എല്ലായിടത്തും ഉണ്ടാവും കേട്ടോ. ഇതേ കണ്ട ഒരു പശയും ഉണ്ടാവും അതിന്. ഇതിങ്ങനെ ഒരു പാല. ഇതൊക്കെ മുന്നേ ഞാൻ കുറേ കാണിച്ചു തന്നിട്ടുള്ളതാ, പൊട്ടിക്കാൻ പോണതൊക്കെ. അതുകൊണ്ടാണ് ഇപ്പോൾ കാണിക്കാതിരുന്നത്. ഇപ്പോൾ ഈ മഴക്കാലമായതുകൊണ്ട് ഇഷ്ടം പോലെ ഉണ്ടാവും. അത് ഇരിക്കാണ്ട് ഇടുക, അവിടെ താത്തി അങ്ങോട്ട് വെക്കുക, അത്രയേ ഉള്ളൂ. നാളെ ആകുമ്പോഴേക്കൊക്കെ ഇങ്ങനെ തളർന്നത് ഇങ്ങനെ ഇതാവും, അതിൽ മുങ്ങിക്കെടുക്കും. നമ്മളിതൊരു തുണിയിൽ വെച്ച് നല്ലൊരു തുണിയിൽ വെച്ചത് ഇതാവുമ്പോഴേ ഇങ്ങനെ നമ്മൾ ഞെക്കി പിഴിഞ്ഞെടുത്ത് വീണ്ടും ഒന്നും കൂടെ സൂര്യപ്രകാശത്തിൽ വെച്ച് എടുത്തിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുക. ഇതിന് ഇത്ര പണിയുള്ളൂ. ഇതിനി അവിടെ ഇരുന്ന് പ്രവർത്തനം തുടങ്ങിക്കോളും. അപ്പോൾ നമ്മുടെ അച്ഛൻ്റെ അരിപ്പൊടിയുമായി വന്നു കേട്ടോ. ഇതൊരു കടലാസ് വെച്ചിട്ടുണ്ട്, അടിയിൽ പോട്ടില്ല. പുട്ടിൻ്റെ പൊടി, നൈസ് പൊടി. അപ്പോൾ 1 കിലോ എത്ര ചേട്ടാ? 25 രൂപ. 225 രൂപയായിരുന്നു വറുത്തപ്പോ. ആദ്യമായിട്ടാ അല്ല ചേട്ടാ? വറുത്ത് കൊണ്ടിരുന്നത് എന്ന് നമ്മൾ വറുക്കല പണി. ഞാൻ അച്ഛന് മാറി ഇളക്കും. മക്കൾക്കുള്ളത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴൊക്കെ അങ്ങനെ തന്നെയാ. ഇപ്രാവശ്യം നമ്മൾ ഇടിച്ച് ആൾക്കാർക്ക് കേൾക്കുമ്പോൾ അത്ഭുതമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് ഇത്തിരി ആദ്യമായിട്ടായ കാരണേ ചൂടാക്കണ്ട ചേട്ടാ. അങ്ങനെ തുറന്നു വെച്ചാൽ മതി അല്ലേ? പരത്തി വെക്കിനാ വേണ്ട അല്ല, അങ്ങനെ ഇരുന്നോട്ടെ അല്ലേ? ആയം പോലെ ചൂടാക്കാം. വെച്ച് കുപ്പിയിലേക്ക് ആക്കാം. പക്ഷെ കുപ്പിയിലേക്ക് നേരിട്ട് ആക്കാൻ പറ്റില്ലേ. അപ്പം നമുക്ക് ഈ ജഗ്ഗിലേക്ക് അങ്ങോട്ട് ഒഴിക്കാം. അപ്പം അങ്ങനെ കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷം മീനൊക്കെ റെഡിയാക്കി നല്ല കഴുകി കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതല്ലേ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളതല്ലേ ഈ മീൻ. അപ്പോൾ അത് മൊത്തം നമ്മൾ വറുക്കാനാട്ടാ പോണ്. കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും. അത്ര ചെറിയതെന്ന് പറയാൻ പറ്റില്ല കേട്ടാ, നല്ല കൊഴുവ കേട്ടാ. നല്ല ഇങ്ങനെ പയറ് പോലെ ഇരിക്കുന്നത്, പയറുമണി പോലെയെന്ന് പറയില്ലേ നമ്മൾ. അതായത് ചീഞ്ഞിട്ടില്ല ഒട്ടും. ചീച്ചലല്ല, കൊഴുവൊന്നും പിന്നെ അത്ര ചീയില്ലല്ലോ. ചാളയും കൊഴുവൊന്നും അങ്ങനെയല്ലല്ലോ. അതിലൊക്കെയാണ് ഇങ്ങനെ ഭയങ്കര ഇതാവുക. അപ്പോൾ അത് നല്ലോണം തിരുമ്മി വെച്ചിട്ടുണ്ട് ഞാൻ. കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ കേട്ടാ, എന്നിട്ട് നമുക്ക് വറക്കാട്ടാ. അപ്പോഴേ 2 പാത്രത്തിൽ വറക്കാട്ടാ. ഞാൻ ഒരെണ്ണം കുറച്ചേ വറുത്തിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കണ്ടല്ലോ നമുക്ക്. ഇത് നന്നായി നമ്മൾ നാളെയൊക്കെ ചൂടാക്കി നമുക്ക് ആവശ്യത്തിനുള്ളത് ഇന്ന് നന്നായി വറുക്കും.
നെറ്റിക്കുകയാണ്. അങ്ങനെ ഈ മീൻ വറുക്കലോട് കൂടി ഇന്നത്തെ വിശേഷം ഇവിടെ അവസാനിക്കുകയാണ് കേട്ടാ. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷവുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ. അപ്പൊ എല്ലാവരും മീൻ വറുത്തതൊക്കെ ഇങ്ങനെ കൊഴുവയൊക്കെ വാങ്ങിച്ച് വില കുറവാ പോട്ടാ. 120 രൂപയോളം ഒരു കിലോ കൊഴുവയ്ക്ക്. അപ്പൊ അതൊക്കെ വാങ്ങിച്ച് എല്ലാവരും കഴിക്കുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടാ.